മാജിൻ മാത്യു ഈ നിൽക്കുന്ന കൊട്ടാരത്തിൽ ജോസഫിന്റെ മകൾ പ്രിസില്ല മെറിൻ ജോസഫിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. പ്രിസില്ല മെറിൻ ജോസഫ് ഈ നിൽക്കുന്ന പ്രാന്തോട്ടത്തിൽ മാത്യുവിന്റെ മകൾ മാജിൻ മാത്യുവിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിസില്ല പറയൂ. പ്രിസില്ല പറയൂ, വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നില്ല. എന്തോന്നാണ് വിളി പറയുന്നത്? എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്? Jayesh, this is my scene and that's my dinosaur. Okay? I hope it's not too late. No. No? No. Look, I made it! പിടിക്കടാ. What? Will you marry me? Yes, yes, yes. അതല്ല എനിക്കും അറിയാം. Oh my God. അയ്യോ, ഇത് മോൻ. Oh, Dad. മോനെ എഴുന്നേക്ക്. അയ്യോ. എന്നാടാ എല്ലാരും പഴമൊഴി പോലെ നോക്കി വെക്കുന്നത്? അടിച്ചു പിടിക്കണേ എന്റെ What കയ്യിൽ. the hell? ആൺപിള്ളേരെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ. ഒന്ന് പോടാ. അപ്പൊ താരൊന്നും കാണുന്നില്ലേ? അവരോട് ചോദിക്കും. What a finger. Bloody jackass. Messing my party. She doesn't want you. Don't you understand? Swine. എന്തെന്നാണ് മാജിൻ മാത്യു ഇത്? എന്താണ് പള്ളിയിൽ വെച്ച് ഈ മുറിഞ്ഞു കയറിയപ്പോ എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയി കള്ള കല്യാണം നടത്തി ഇവിടെ ഈ പാർട്ടി നടത്തുമ്പോ മാന്യമായിട്ട് നടപ്പാക്കാൻ പോലെ എന്റെ പിള്ളേര് കണ്ണി ചോരയിലോട്ട് പട്ടിയെ തല്ലിട പോലെ തല്ലി സഹിക്കണില്ല. എന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാജിൻ എന്റെ മാത്യു. കോപ്പ് മനസ്സിലാകുന്നത് സ്വന്തം പെണ്ണിനെ മറ്റൊരു പുരുഷൻ കയ്യെ പിടിച്ച് മുന്നിൽ കൂടെ കൊണ്ടുപോകുന്നത് താണ്ടിട്ടുണ്ടോ? ഉണ്ട് മാജിൻ മാത്യു ഉണ്ട്. പക്ഷെ താലി കെട്ടിയതിനു ശേഷം ഓൾ അവിടുന്ന് ഒളിച്ചോടിപ്പോയത്, അതും ഫോട്ടോഗ്രാഫറുടെ കൂടെ. എന്നിട്ട് തല്ലി കാലൊടിച്ചില്ലേ രണ്ടിന്റെയും? അറ്റ്ലീസ്റ്റ് ആ പെണ്ണിന്റെ മുഖത്ത് കുറച്ച് കരിവായില്ലെങ്കിലും. എന്തിന് മാജിൻ മാത്യു, എന്തിന്? പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റാത്ത രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവിടെ ഒരു നല്ല കുടുംബം ഉണ്ടാവോ? താൻ എന്നെക്കാളും വലിയ തോൽവിയായിരുന്നല്ലേ? ഇതുപോലത്തെ മെസ്സേജുകൾ ഫോർവേഡ് ആയിട്ട് പോലും എനിക്ക് ആരും അയച്ചു തന്നിട്ടില്ല. എടോ താൻ ഡൗൺ ആവില്ലേ ബ്രോ? ബ്രോ ഡൗൺ ആവില്ലേ ബ്രോ? ഞാൻ ഡൗൺ ആവില്ല. നമുക്കുള്ള പെണ്ണ് എവിടെന്നെങ്കിലും വരും. റോയ്ക്കും വരും, എനിക്കും വരും. വരുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ മതിയായിരുന്നു.
ആയിഷയല്ലടാ, ധാത്രി. ധാത്രി കുട്ടി. ജയസേട്ടാ എനിക്ക് ഞാൻ ഇപ്പൊ കാണിക്കാലോ. എന്താ കുട്ടികളെ മാതിരി എനിക്ക് നീ ഓക്കേണോ? എന്താ മോത്തൊരു ഇരിട്ടെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ബോധം കിടാവും? ഇതൊക്കെ ആദ്യമായിട്ടാണോ? എനക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. കേട്ടില്ല, ഓൻ ഒറ്റയ്ക്ക് ഇരിക്കണോ? പൊക്കേ, എല്ലാരും പൊക്കേ. ഇതൊക്കെ പറഞ്ഞോ? ഒന്ന് പൊക്കേ. എന്ത് നോക്കിയിരിക്കും? നീയും പോ. പോയിക്കോ. താങ്ക്സ്. എന്തൊക്കെയാ ജയേഷേ തന്റെ ജീവിതത്തിൽ നടക്കുന്നേ? ഞാൻ ആകെ കൺഫ്യൂഷൻ ലെവലവേ. ഈ 3 അലയൻസിന്റെ അകത്ത് നിന്ന് ആരെ ചൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ ഈ പെമ്പിളറൊന്ന് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. താൻ അവരെ കണ്ടോ? അവർ തമ്മിൽ ഡിഫറൻസസ് ആ കൂടുതലുള്ള. ഏജ്, ജാതി, മതം, എന്തിന് ഹൈറ്റിൽ വരെ ഡിഫറൻസ് ആണ്. മറ്റെന്തിനേക്കാളും മനസ്സുകൊണ്ടുള്ള അടുപ്പാടോ വേണ്ടത്. അപ്പം നമുക്ക് അടുപ്പം തോന്നുന്നവരോടൊക്കെ സംസാരിച്ച് തുടങ്ങാം അല്ലേ? സംസാരിച്ച് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാപ്പി കുടിച്ചാലോ? എന്താ ഉദ്ദേശം? അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല, ഒരു കാപ്പി കുടിച്ചാലോ? കാപ്പി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ചായയുടെ ആളാ. ചായ നല്ലതാ. ഇറ്റ്സ് ഓൾ അബൌട്ട് ടേസ്റ്റ് എന്നാണല്ലോ. അത് ചായയുടെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ. കല്യാണക്കാരൻ ചൊല്ലി നല്ലോണം മാറ്റിയോരെല്ലാം ഇന്നെന്റെ മുന്നിൽ നിന്നും തെന്നിപ്പോണേ. പണ്ടേക്കു പണ്ടേ തന്നെ. അല്ല മാഷേ, എന്തായി നമ്മളെ ജയേഷിന്റെ കാര്യം? ആ കുട്ടി എന്ന് പറഞ്ഞേ? ഓരെന്തെല്ലാം അങ്ങോട്ടും കൂടെ സംസാരിക്കുന്നുണ്ട്. പിന്നെന്തെല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടല്ലോ. മനസ്സിലാക്കട്ടെന്ന്. ഡോക്ടറെ, നിങ്ങളെ കല്യാണം ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും സംഭവിക്കുക. ഒരു കാര്യം ഉറപ്പാ, പേരിൽ 5 അക്ഷരമുള്ള ഒരാളായിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുക. കൃഷ്ണ, മദർ പ്രോമിസ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ശരിക്കും ലെസ്ബിയൻ തന്നെയാണെന്ന്. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടിപ്പില്ലേ? അവിടെ ഒടുക്കത്തൊരു ചോട്ടം. അല്ലണേ, എനിക്കിപ്പോ എന്താ എന്റെ വീട്ടിൽ പോഞ്ഞിട്ട് 6 മാസമായിട്ടല്ലേ ഉള്ളൂ പോയിട്ട്. അല്ല ഉരിപ്പേ, നീ ഇതെന്താ ടി വിയിൽ കാണുന്നു? എന്താണ് ഞാൻ ബെൽറ്റൂരനാ? അല്ല മാഷേ, ഇതെന്നാ നിങ്ങൾ ഈ ജാതയെല്ലാം കൊണ്ടുപോയി വേസ്റ്റ് കളഞ്ഞിനെ? സുമേ, നീ അതെല്ലാം കൊണ്ടുപോയി അടുപ്പിലിട്ട് കത്തിച്ചിട്ട് 2 ദിവസം സ്ട്രോങ് ചായ കൊണ്ടെടുത്തേ.